ഈ തെറ്റും നിങ്ങൾക്ക് സൈഡിൽ നിന്ന് ചോദിക്കാം, പക്ഷേ അതിന് ഉത്തരം ഞാൻ തരാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിട്ട് തൊഴിലാളികൾ ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ. ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്ന രീതികൾ നമ്മൾ പലരും പലതരത്തിൽ ജനിച്ചു വളർന്നു, പല സാഹചര്യത്തിൽ വളർന്നില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും. പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും. അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല. കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത്, എത്രയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ? നമുക്ക് ധാരണ ഉണ്ടാ നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുക, വെറുതെ ഒരാൾക്ക് പരാതിയുമായിട്ട് പോകാൻ പറ്റും. എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല. കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു. കുറെ കഴിഞ്ഞ് ഇവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എല്ലാം QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു. ആദ്യം ഒരു കുട്ടി വന്നു, ആ കുട്ടി 2 പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക. അപ്പൊ നമ്മൾ ഇവർക്ക് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്കൊരു പരാതി ഒരു കാര്യം വ്യക്തമായിട്ടാണ്. ഇപ്പോൾ ഒരാളുടെ ഫോൺ എന്ന് പറയുന്നത് സ്വകാര്യതയാണ്, അവരുടെ അതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ആരോപണം, അതായത് അവരുടേതല്ലാത്തൊരു സ്പേസിൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി അത് പരിശോധിക്കുന്നു, അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരമായ സാധ്യതയൊക്കെ ഇല്ലേ? അല്ല, ഒറ്റ കാര്യം അതാണ്, തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? പിന്നെ ഫോൺ ഞങ്ങൾ വിളിച്ചു ചോദിച്ചിട്ടില്ല. അവര് ഞങ്ങൾ കൊണ്ട് ഫോൺ തരാൻ പറഞ്ഞു, ജിപേ കാണിക്കാൻ പറഞ്ഞു. ജിപേ കാണിക്കുമ്പോൾ ഞങ്ങൾ കാണും, ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവരിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത് അവരുടെ കയ്യിൽ ഫോൺ ഇരിക്കുക. ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട്. ആ വീഡിയോക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിന്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു, ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ കയ്യിൽ എല്ലാം ഫോൺ ഇരിക്കുക. എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിക്കുറച്ചത്? എന്തെങ്കിലും തെളിവ് വേണം. ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, കേസ് കൊടുത്ത ഞങ്ങളുടെ, അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് എന്താ? ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും. ബാക്കി എന്ത് വേണം ഈ കുട്ടികൾ വരട്ടെ, എന്ത് ആരോപണമായിട്ട് വരട്ടെ, പക്ഷെ തെളിവുണ്ടോ എന്ന് നിങ്ങളും കൂടി ചോദിക്കും. ഇനി ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനുണ്ടാവും. നിങ്ങളുടെ പ്രാതിനിധ്യം കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ? പോലീസ് അങ്ങനെ എടുക്കപ്പെട്ടാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസേൺ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയാനുള്ള സംഭവം, എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇടുന്നവരാണ്. ഞാൻ എന്നും യൂണിഫോം ഇടുന്നവർ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. ആര് തെറ്റ് ചെയ്തോട്ടെ, ഇപ്പം നമ്മളും എന്താണ് പറയുന്നത്, നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല, നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക. ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മകളുടെ അക്കൗണ്ടിലേക്ക് അല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിലേക്ക് അല്ലാതെ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം മേടിക്കാനുള്ള അനുമതി അവർക്ക് നൽകിയിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചലങ്ങളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം. എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുക്കും. എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുറേ വീഡിയോകളാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? അതായത് ഏതെങ്കിലും അനുവാദം നമ്മൾ ഒരിക്കലും QR കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ QR കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കണ്ടേ? പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞ സംസാരിക്കുന്നവരാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നില്ല. അതിപ്പോൾ നമ്മൾ ഈ കേസ് നമ്മൾ ബോധിപ്പിക്കണമല്ലോ. നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക. ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ല എന്തോ തട്ടിപ്പടത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ QR കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം DA ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ QR കോഡിലോട്ട് ഇവർ സമ്മതിച്ചിട്ട് പണം വാങ്ങിയതായിരുന്നു. എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെന്നെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ. അപ്പോൾ ഇവർ കൊടുക്കണേ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും. വിഡ്രോ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് കാണും. സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടോന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. ഒരു ദിവസം ഏകദേശം എത്ര വരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും, കാരണം കൂടുതൽ കാര്യങ്ങളും ദിയ ഒറ്റയ്ക്കാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇത്രയും പൈസ മിസ്സായപ്പോഴും ഒരു സംശയം പോലും തോന്നിയിരുന്നില്ലേ? പലപ്പോഴും തോന്നിയതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത്. അപ്പം എന്നും ഒരു ആഴ്ചകളിൽ എന്നും ചോദിക്കും, അപ്പോൾ ചേച്ചി ഇന്ന് ആരും വന്നു ചേച്ചി കസ്റ്റമേഴ്സിൻ്റെ മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി, എന്താണ് CCTV. അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു വീഴും, ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്.
ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും വരുമാനം വരുന്നതുകൊണ്ടും ഇതിന് വലിയതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകേട് വെച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ട് കൃഷ്ണന്മാരെ മക്കളെ പറഞ്ഞിട്ട് കാര്യം എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും. അതങ്ങനെയാണ്. പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ, ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത്, ഇന്നതാണ് ഇന്നത്തെ വകുപ്പ്. കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല. എൻ്റെ മകൾ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക, അവിടെ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങി. ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി. ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ കൂടെ നിന്നവരെ പറ്റി നമ്മൾ എങ്ങനെ സംശയിക്കും? അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം, ഈ കണക്ക് നോക്കണം, എല്ലാം പറഞ്ഞ വരി ഇത് ചെയ്യുക എന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷെ പണം പോയി. ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റ് ഇല്ല, നമ്മുടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ്, അതനുസരിച്ച് പണം വന്നിട്ടില്ല. അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവരോട് ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു, കുറച്ച് ഇപ്പോൾ കണക്ക് വലുതായി. ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ത്രട്ടലിൽ വന്നപ്പോൾ നമ്മുടെ പരാതി പോയി. അല്ലെങ്കിൽ ഞാൻ 4 പിള്ളേരെ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണ്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട്, ഞങ്ങളെ പറ്റി പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞ ആത്മഹത്യയില്ല, വേറെ മാർഗമില്ല. ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരത്തിൽ പലർക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടല്ല, എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പായിട്ട് തരാൻ പറ്റുന്നത് തരട്ടെ, അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് തീരുമാനമെടുത്തത് ഞാനാണ്. അത് ചിലപ്പോൾ എന്റെ ആ ദൃശ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പുറത്ത് വന്നത് ഇവർ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നുണ്ട്. അന്നേ ദിവസം തന്നെയാണ് ഈ 8,83,000 രൂപ നിങ്ങൾക്ക് കൈമാറുന്നത്. ആ സംഭവം എന്താണ്? എങ്ങനെയാണ് ആ പണം അവർ തരാൻ തയ്യാറാകുന്നതും അതിന് അവർ പറഞ്ഞൊരു കാരണം അവരുടെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ, അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വിടുമെന്നും അവരെ അപമാനിക്കുമെന്നും യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നും ഭീഷണിപ്പെടുത്തി അവരുടെ ഭാവി തുലയ്ക്കുമെന്ന ഭീഷണിയൊക്കെ കൊണ്ട് അവർ തരേണ്ടി വന്നതാണ്, നിർബന്ധിതരായതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്താണ് സംഭവിച്ചത്? ഈ പണം വാങ്ങുന്നതും ആ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയ്ക്കാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു ആർക്കോൺ പിറ്റേഴ്സിന്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഡെപ്ത് പിടിക്കി എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ ഒരു നിമിഷം ആൾ കുടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വന്നു. ഈ ഓഫീസിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടുന്ന സാഹചര്യം വന്നു, ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിലെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് 8,83,000 രൂപ എടുത്തു. അപ്പോൾ ഞങ്ങൾ ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ഞാൻ ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞു ഞങ്ങൾ 15 ലക്ഷം രൂപ കൂടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം വീതം 3 തവണയുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി? ഇനി സെറ്റിൽമെന്റ് വേണ്ട, നമുക്ക് നേരെ കേസെടുക്കാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി വിശ്വസിക്കുന്നു. അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു. കാരണം പറയുന്നത് 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 രൂപ തമ്മിൽ ക്യാഷായിട്ട് 15 ലക്ഷം രൂപ ഇനി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന്. അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളൊന്ന് പറയൂ. ഇത്രയും നഷ്ടം അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്നിട്ട് നിങ്ങൾ ആലോചിക്കും. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാളാണ്. 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്തായാലും ഇത്ര കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും. നമ്മുടെ ആയുസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. ഈ ഗർഭിണിയായിരിക്കുന്ന കുട്ടി ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. അതായത് ഈ സംസാരം നടക്കുന്നത് പൂർണ്ണമായും ഒരു പോലീസിന്റെയോ മറ്റെന്തെങ്കിലും നിയമ സംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല. പകരം നിങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അവർ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ അവർ പൊക്കോട്ടെ, പ്രശ്നമില്ല, അവരുടെ ഭാവി നശിപ്പിക്കേണ്ട, ഇനിയൊരു പ്രശ്നത്തിലില്ല എന്ന് മാത്രം കരുതി 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു എന്നാണ് സംശയം. 46 ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് 69. ഇനി അടുത്ത വില വരാൻ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോടും ഉന്നയിക്കാത്തത്. സ്റ്റോക്ക് മിസ്സിംഗ്, ക്യാഷ് പോയിരിക്കുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ചാനലിന്റെ മുമ്പിൽ ഒന്ന് എനിക്ക് എന്ത് വേണോ പറയാം. പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായി തെളിവില്ല, അവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നിങ്ങളിന്റെ താഴെ പോയി നമ്മളെല്ലാം കമന്റ്സ് വായിച്ചു നോക്കും. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ പോസ്റ്റ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല.
ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും. അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും ഇന്നീ കാണുന്ന പോലെയല്ല പെരുമാറുന്നത്. നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുകയും ചെയ്യും. ഈ മ്യൂസിയം സിഇക്ക് താങ്കളോട് വ്യക്തിപരമായിട്ടൊരു വിരോധം തോന്നുന്ന കാര്യമില്ലല്ലോ. അപ്പൊ അതിന് പിന്നിൽ അദ്ദേഹത്തിന് മേൽ എന്തെങ്കിലും ഒരു പ്രഷർ ഉള്ളതായിട്ടോ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് തോന്നുന്നു? ഇപ്പം ഞാനിപ്പോൾ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും. ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല. അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം, പകരം എണീറ്റ് വരുന്ന എളുപ്പം എണീറ്റ് വരുന്നവരായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാൻ പറ്റില്ല. കാരണം അവരെതിരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്നത് എന്താണോ അത് പ്രകാരം നിയമ നടപടിയിട്ട് മുന്നോട്ട് പോകും. കാരണം ആദ്യം ഒത്തുതീർപ്പ് നമ്മൾ ശ്രമിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് ന്യായം വേണം, ഈ പണം തിരിച്ചു കിട്ടണം. അല്ലാതെ വേറെ ഒരു മാർഗത്തിനും ഒരു വഴിക്കും മാനബന്ധപ്പെടുത്തുമൊക്കെ പറഞ്ഞു എന്നുള്ള പരാമർശമൊക്കെ എഫ്ഐആറിലുണ്ട്. അത് പെൺകുട്ടികളുടെ അച്ഛനാണെങ്കിലും രജിസ്ട്രേഷനാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എഫ്ഐആറിലെ എഴുതി വെച്ചിരുന്നത്. പണം തന്നില്ലെങ്കിൽ നമ്മളെ മാനബന്ധപ്പെടുത്തുന്നത്. അങ്ങനത്തെ പ്രയോഗം എപ്പോഴെങ്കിലും ഏത് സാഹചര്യത്തിൽ ഭീഷണി നടത്തിയിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും പലതരം സീനുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ വന്നത്. ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാമോ? ഈ 56 വർഷത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. പല സെറ്റുകളും വെറുതെ ഇരിപ്പാം, പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത. ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും. അതുകൊണ്ട് ഈ ആരോപണങ്ങളും എഫ്ഐആറും ഒക്കെ ക്വാഷ് ചെയ്യാൻ നമുക്ക് ഇവിടെ കോടതികളുണ്ട്. നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം. ഒന്നാമത്തെ വിഷയം എടുത്തിട്ടുണ്ട് സ്ത്രീ വിഷയം, അതില്ലെങ്കിൽ ജാതി പരാമർശം, ഇങ്ങനത്തെ കുറെ സാധനം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞുള്ളൂ. കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരല്ല, അല്ലാതെ ജനം മണ്ടന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ, എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാണ്. അതുകൊണ്ട് ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 10 തവണയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്. നമുക്ക് ബാധിക്കാനുള്ളത് വലിയ ചെയ്യും, നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ. നിങ്ങൾക്ക് അറിയാം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത്. പ്രത്യേകിച്ച് വലിയതോടുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും. ഈ ജാതീയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോഴാണ് മതം എന്ത് ജാതി എന്ന് വളരെ ഈസിയായിട്ട് അറിയാം. എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ. ഇത് ഞാൻ ഇലക്ഷനുള്ള സ്ഥലത്തെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇലക്ഷൻ തോറ്റൊരാളാണ്. തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി രൂപാരെ വരെ ഇവിടെ കൊണ്ടുവന്നതാണ്. സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഇത് പറക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധം, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ ഇവരൊക്കെ താമസിക്കുന്നത് ഇവരൊക്കെ വീടുകൾ എനിക്കറിയാം. ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 5 പൈസ നേട്ടം ഉണ്ടായിട്ടുണ്ട്. കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചു. ആ മേഖലയിലുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിനുള്ള കുട്ടികളാണ് ഇന്ന് നിൽക്കുന്നത്. എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എൻ്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഭയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവാണ്. ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതി സ്പർദ്ധയോ ഇല്ല. ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും. അതാണ് ഇവിടുത്തെ അപകടം. അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി എറിയാനായി എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം. 2 ജാതി പ്രശ്നം. ഇതൊന്നും ഇവിടെ ഇല്ല. എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചത്. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നു. അതുകൊണ്ട് ഈ ജാതി മതം നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക. നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ. ദയവ് ചെയ്ത് ടാക്സ് അപ്ഡേറ്റ് ആണ്. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓഡിറ്റേഴ്സ് ഉണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നു. എല്ലാ രേഖകളും ഞങ്ങളുടെ. ഇതിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? നമ്മളാണ് ആദ്യം പരാതി കൊടുത്തതെന്ന് പറയുന്നു. കൗണ്ടർ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മൊഴിയെടുപ്പോ അല്ലെങ്കിൽ രേഖകൾ വാങ്ങുകയോ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയോ എന്തെങ്കിലും ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു ഇവരുടെ പരാതിയിൽ. അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു. ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളുടെ 2 സ്ഥാപനത്തിൽ ചെന്നു. പിന്നെ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു. എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കണം.
അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത്.